ആദില വീണ്ടും അനീഷുമൊത്തുള്ള ചൊറി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം ലിവിങ് ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ചൊറിയുന്ന തരത്തിലോട്ടാണ് ആദിലയുടെ സംസാരം എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ PR, ഈ സ്ഥലം വിറ്റുകൊണ്ട് PR എന്നുള്ളത് അവിടെ ആദില തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. ഈ അനീഷിന്റെ പേരിലുള്ള സ്ഥലം വിറ്റിട്ട് PR കൊടുത്തുകൊണ്ട് അനീഷ് അവിടെ നിൽക്കുന്നു എന്ന തരത്തിൽ ഈ ആദിലയോട്, ഈ BB ഹൗസിൽ നിൽക്കുന്ന ആദിലയോട് ആരാണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. കാരണം വേറെ ആർക്കും അങ്ങനെ ഒരു അറിവില്ല. പക്ഷെ ഈ ആദില ഈ ഒരു കാര്യം പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മനസ്സിലാവുന്നില്ല. അത് ഇപ്പോഴും ആദില റിപ്പീറ്റ് അടിച്ചുകൊണ്ട് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. അനീഷ് അതിന് തിരിച്ചടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ ഈ ഒരു തരത്തിൽ, അതായത് ഈ സ്ഥലം എന്റെയും എൻ്റെ അനിയന്റെയും അതോടൊപ്പം തന്നെ ആ ഒരു തരത്തിലുള്ള സ്ഥലങ്ങൾ വിറ്റിട്ട് ആ ഒരു തരത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് തെളിയിച്ചാൽ ഞാൻ ഈ ഷോയിൽ നിന്നും വിട്ടുപോകുമെന്ന തരത്തില് അനീഷ് പറയുന്നു. അതേസമയം മറുകാര്യം കൂടി അനീഷ് പറയുന്നു. അതല്ല എന്ന് തെളിഞ്ഞാൽ ആദില ഈ ഷോ ക്വിറ്റ് ചെയ്തു പോകുമോ എന്ന് അനീഷ് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ അതിലേക്ക് മറുപടിയില്ല, ഞാൻ പോകില്ല, ഞാൻ എന്തിനാണ് പോകേണ്ടത് എന്ന തരത്തിൽ ആദില തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ ആദില ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അനീഷിനോട് ഈ ചൊറിയാൻ നിൽക്കുന്നത്. അവിടെ PR ഉണ്ടാവാതിരിക്കെ അവിടെ പലർക്കും PR ഉണ്ട്, അത് മറ്റൊരു കാര്യം. ഈ പറയുന്ന ആദിലയ്ക്ക് ഉൾപ്പെടെ PR കാണാം. പക്ഷേ അത് ഈ ഒരു തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് സ്ഥലം വിറ്റിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ ആക്കി തീർക്കുക, അനീഷിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അത് ഒരു തരം ടാർജറ്റ് ആണ് എന്നുള്ളത് ലൈവ് കാണുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഈ ഒരു വിഷയം, കാരണം ആദിലയ്ക്ക് കൊണ്ടതെന്ന് പറയുന്നത് അനീഷ് ആദിലയുടെ ക്യാപ്റ്റൻസി നല്ലതല്ല എന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ചൊറിച്ചില് ആദില വീണ്ടും അനീഷിന്റെ നേരെ ഉന്നയിക്കുന്നത്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.